മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, സ്ലിഹാകാലം രണ്ടാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. നാം ഇന്ന് വായിച്ച് കേൾക്കാൻപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ആ വിശുദ്ധ ഗ്രന്ഥ വചന ഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ ഒരു കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് ഈശോ ഏറ്റവും കൂടുതലായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഈശോയെ ഒരുപാട് കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചിരുന്ന, ഈശോയെ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്ന ഒരു കുടുംബമാണ്. അതിങ്ങനെ ബഥനിയായിലെ മറിയത്തിൻ്റെയും മർത്തായുടെയും ലാസറിൻ്റെയും കുടുംബമാണ്. ഈ കുടുംബത്തെ പറ്റിയും ഈ കുടുംബത്തിലുള്ളവരെ പറ്റിയും ചിന്തിച്ച് നമ്മളായിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്കും കുടുംബ ചിന്തകളിലേക്കും ഒക്കെ എത്തിച്ചേരുകയാണ്. ഏതൊക്കെയോ ചില പാരമ്പര്യപ്രകാരം ഈ ഉയർപ്പ് ഓശാന പെരുന്നാൾ മുതൽ ഏകദേശം ദുഃഖവെള്ളിയുടെ സമയം വരെ ഈശോ താമസിച്ചിരുന്നത് ഈ മറിയത്തിൻ്റെയും മർത്തായുടെയും ലാസറിൻ്റെയും ഭവനത്തിലാണ്. അത്രമാത്രം ഈശോയ്ക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു കുടുംബമാണിത്. സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ച് കേൾക്കുന്നത്: ലാസർ ഇങ്ങനെ രോഗബാധിതനായി തീരുകയാണ്. നമ്മൾ ഓർക്കേണ്ട വസ്തുത, ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, ഈശോയെ ഒരുപാട് ആരാധിച്ചിരുന്ന, ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കുടുംബത്തിൽ വലിയ ഒരു അസ്വസ്ഥത വരികയാണ്. ആ ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ രോഗബാധിതനായി തീരുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഉയരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഇത് തന്നെയാണ്. നമ്മളിങ്ങനെ ഒരുപാട് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴും നമുക്കെന്തേ ഇങ്ങനെ ഈ സഹനങ്ങളും രോഗങ്ങളും ഒക്കെ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യം. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ലാസറിൻ്റെ ഈ കഥയിലൂടെയും സംഭവത്തിലൂടെയും ഒക്കെ കാണുന്നത്. ഈശോയോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, അവൻ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത് എന്ന് സംശയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ലോകത്തിന് പാഠമാകാൻ വേണ്ടിയാണ്. എന്നും ദേവാലയത്തിൽ പോയി ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ഒരു സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ദേവാലയത്തിൽ നിന്നും അകന്ന് ഈശോയിൽ നിന്ന് മാറിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ച് സംശയത്തോടെ ഒരു ലോകം ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. ആ ലോകത്തിന് കൃത്യമായിട്ടുള്ള ഒരു പാഠം നൽകാൻ വേണ്ടിയാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും അവൻ്റെ കുടുംബത്തിലേക്കും ഇങ്ങനെ സഹനങ്ങൾ വരുന്നത്. ലാസർ രോഗബാധിതനായി തീരുകയാണ്. സുവിശേഷം ഇങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു, ഈശോ ലാസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എങ്കിലും ഈശോ 2 ദിവസം കൂടി താനായിരുന്ന ഇടത്തിൽ തന്നെ താമസിക്കുകയാണ്. അതിൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അദ്ദേഹം ഇങ്ങനെ തീരെ വയ്യാണ്ട് രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉടനടി ഓടിച്ചെന്ന് ആ മനുഷ്യനെ സന്ദർശിക്കും, കാണും. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. പക്ഷെ ഇവിടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഈശോ ലാസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എങ്കിലും ഈശോ 2 ദിവസം കൂടി അവിടെ താമസിക്കുകയാണ്. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഉടനടിയുള്ള മറുപടി ലഭിച്ചെന്ന് വരില്ല. അതിൻ്റെ അർത്ഥം ഈശോ അതിങ്ങനെ നിഷേധിച്ചുവെന്നോ ഈശോ അതിങ്ങനെ പാടെ ഉപേക്ഷിച്ചു എന്നൊന്നുമല്ല അർത്ഥം. മറിച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തൊരു നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടി ഈശോ എടുക്കുന്ന ഒരു സമയമാണ് ഈ കാലതാമസം. മർത്തായും മറിയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല തൻ്റെ സഹോദരൻ ഇങ്ങനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവർ വിചാരിച്ച ഏറ്റവും ലളിതമായൊരു നല്ല കാര്യം, ഈശോ ഈ വിവരമറിഞ്ഞ് ഉടനടി വന്ന് തങ്ങളുടെ സഹോദരനെ ഇങ്ങനെ രോഗത്തിൽ നിന്നും സുഖപ്പെടുത്തുമെന്നാണ്. പക്ഷെ അവിടെ ഒരു കാലതാമസം ഇങ്ങനെ സംഭവിക്കുന്നു. അതിന് ശേഷം ഈശോ വന്ന് അവനെ ഇങ്ങനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് നല്ല കാര്യം, പക്ഷേ ഇടയിലുണ്ടാകുന്ന ഈ കാലതാമസത്തിന് ശേഷം സംഭവിക്കുന്നതോ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അസാധാരണമായ ഏറ്റവും മികച്ച ഒരു കാര്യവും. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ് 2 ചിന്തകൾ. ഈശോയോട് പ്രാർത്ഥിക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സഹനങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം അവൻ എങ്ങനെ ഈ സഹനങ്ങളെ അഭിമുഖീകരിക്കുമെന്ന് സംശയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ലോകത്തിന് പാഠമാകാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ സന്ദേശം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഒരു ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു കാലതാമസം അതിനിങ്ങനെ നേരിടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്ത് ഒരു നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടി ഈശോ എടുക്കുന്ന ഒരു സമയമാണ് ഈ കാലതാമസം.
വിശുദ്ധ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.